അപ്പോൾ അതാണ് കാര്യം. ഇത് പറയാനാണോടാ നീ ബോഡി കതച്ച് ഇങ്ങോട്ട് ബാന്നും പറഞ്ഞ് വിളിച്ചത്? എൻ്റെ വിളിയും എപ്പോഴാളൊക്കെ കേട്ടപ്പോൾ ഞാൻ കരുതി വല്ല ലോകമഹായുദ്ധം നടക്കാൻ പോവാണ്. അമ്മാവ എന്നെ സംബന്ധിച്ചത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമാണ്. എടാ അവൻ യോഗം നടത്തുന്നതിൽ എന്തത്ര തെറ്റ്? യോഗ നടത്തുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ അത് കുടുംബക്കാർക്ക് വേണ്ടി. നാട്ടിൽ കിടക്കുന്ന കച്ചടകളൊക്കെ ഇവിടെ വിളിച്ചു വരുത്തി യോഗ നടത്താൻ ഞാൻ സമ്മതിക്കില്ല. ആ ഭരണയിൽ കള്ളന്മാരുണ്ടോ കൊള്ളക്കാരന്മാരുണ്ടോ പിടിച്ചുപറിക്കാരുണ്ടോ എന്നൊക്കെ എങ്ങനെ അറിയും? എൻ്റെ കൊച്ചുതാ വളർന്നു വരികയാണ്. മാത്രമല്ല പ്രായപൂർത്തിയായി 3 പെണ്ണുങ്ങളുള്ള വീടാ. 3 പെണ്ണുങ്ങൾ? അതാരെ? തങ്കവും ജവന്തിയും അമ്മയും. ഓ നല്ല ഉത്തരവാദിത്വം. എനിക്ക് കുടുംബകാര്യങ്ങളിലൊക്കെ ഇച്ചിരി ഉത്തരവാദിത്വം കൂടുതലാ. എടാ ഞാൻ ഒരു കാര്യം പറയാം. നീയും ഇപ്പം തൽക്കാലം അവൻ്റെ കൂടെ ചെന്നിട്ട് യോഗ പഠിക്കും. നിന്നെ പോലുള്ളവർ പഠിച്ചിരിക്കേണ്ട കാര്യം അത്. ഈ വെറുതെ ഇരുന്ന് തടി കൂടിയുണ്ടല്ലോ പെട്ടെന്ന് തട്ടിപ്പോവും. അതെ, അമ്മാവ എന്നെ യോഗ പഠിപ്പിക്കാൻ വന്നതാണോ അതോ അവനുമായിട്ട് സംസാരിക്കാൻ വേണ്ടി വന്നതാണോ? ഇവിടെ യോഗം നടത്താൻ സമ്മതിക്കാത്തിടത്തോളം കാലം യോഗ നടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഓ അപ്പൊ അതാണ് കാര്യം. അപ്പൊ അവൻ യോഗ നടത്തണോണ്ടല്ല എൻ്റെ കുഴപ്പം. നിനക്ക് യോഗം നടത്താൻ സമയം തരാണ്ട് അവൻ യോഗ നടത്തരുത് എന്ന്. അമ്മാവ അതൊന്നും പറഞ്ഞിരിക്കാതെ ഞാൻ അവനോട് പോയി ചോദിക്കാം. ഞാൻ ചോദിക്കണോ? വേണ്ട, നീ ചെന്ന് ചോദിക്കണ്ട. നീ പറയണേലും കാര്യമുണ്ട്. 2 പേർക്കും ഒരേമാതിരി അവകാശമുള്ളതാണ്. ഇപ്പൊ അവന് യോഗ നടത്താന്നുണ്ടെങ്കിൽ കണക്ക് യോഗവും നടത്താം. പിന്നെ സ്ത്രീകളൊക്കെ വളർന്നു വരുന്നുണ്ട്, വരണവരെങ്ങനെയാവെന്ന് പറയാൻ പറ്റില്ല. നീ ചെന്ന് പറഞ്ഞാലേ അത് എരുതിയിൽ എണ്ണ ഒഴിക്കലാവും. ഞാൻ മയത്തിൽ എൻ്റെ അഭിപ്രായമായാലും ചെന്ന് പറയാം. ചോദിച്ചിട്ട് എൻ്റെ മറുപടി കിട്ടിയിട്ട് വേണം, ഇല്ലെങ്കിൽ എനിക്ക് ചോദിക്കാം. നിങ്ങളിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് എൻ്റെ ഒരു യോഗം. ക്ലീറ്റോയ്ക്ക് വേറൊരു മുഖമുണ്ട്, അതിവിടെ ആർക്കും അറിയത്തില്ല. ക്ലീറ്റോ, ഒരു കാര്യം അറിയാൻ വേണ്ടി ചോദിക്കുന്നതാ. എന്തുവാ? ഒരാളിങ്ങനെ നന്മ ചെയ്യണ കാണുമ്പോഴേ ശരിക്കും എന്താ ക്ലീറ്റോന് ഭയങ്കര വിഷമം തോന്നുന്നു? അല്ല ഈ നന്മയെന്ന് ഉദ്ദേശിച്ചത് എന്തുവാണ്? ഈ കഞ്ഞിയൊക്കെ വെച്ചിട്ട് വിളമ്പി തരുന്നതാണോ? ആണോ? ഇല്ല, ക്ലീറ്റോ ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതി, മാറരുത് കേട്ടോ. ഓ ക്ലീറ്റോ മാറൂല. എനിക്ക് തെറ്റ് പറ്റുന്നതാ. ഈ കണക്കിന് എവള് യോഗ പഠിക്കണതന്നെ നല്ലത്. കുറച്ച് ഭ്രാന്ത് കുറഞ്ഞിട്ടുണ്ട് എവള്. എന്താ മാവാ, എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്? ഒന്നുമില്ല. ഈ യോഗയൊക്കെ നല്ലതാ. യോഗ ക്ലാസ് നടത്തുന്നതിനും കുഴപ്പമില്ല. ദിവസേന നമ്മുടെ വീട്ടുകാരൊക്കെ ഒരുമിച്ച് ഈ മറത്തിരുന്ന് യോഗ നടത്തുക പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐശ്വര്യമാണ്. പക്ഷേ നീ പുറത്തുള്ള 10-40 പേരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഇവിടെ യോഗ ക്ലാസ് നടത്തുന്നുണ്ട് എന്നൊക്കെ കേട്ടു. അതിപ്പോൾ എന്താണെന്നറിയോ, ഞാനിങ്ങനെ യോഗ ചെയ്ത് തുടങ്ങിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സുഹൃത്തുക്കൾ ഒരുപാട് ആളുകൾ അന്വേഷിച്ചു. അപ്പോൾ അവരും അവരുടെ ഫാമിലിയൊക്കെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരോട് ഇപ്പോൾ അവർ അങ്ങനെ താല്പര്യത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ. അല്ല ഇവിടെ ഇപ്പം നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് കുടുംബമായിട്ട് കഴിയല്ലേ. അപ്പോൾ അവിടെ ഈ പുറത്തുനിന്ന് ഒരു 10-40 പേര് അവരുടെ കുടുംബക്കാരൊക്കെ യോഗ ക്ലാസ് എന്നും പറഞ്ഞ് രാവിലെ വൈകിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് അതൊരു പ്രശ്നമാവില്ലേ? ഇല്ല മാവാ, അതാ നല്ലത്. ഇല്ലെങ്കിൽ എന്താ അറിയോ, അമ്മയും ചെയ്യില്ല, ജമന്തി ചെയ്യില്ല, തങ്കം ചെയ്യില്ല. ഇത് എല്ലാവരോടും ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ ഇവർക്കൊക്കെ ചെയ്യാനൊരു താല്പര്യം ഉണ്ടാവും. അതിനൊരു വഴിയുണ്ട്. ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യണമെന്നില്ല. നമുക്ക് എല്ലാവർക്കും പോകാൻ പറ്റും. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലം കണ്ടെത്തണം, എന്നിട്ട് അവിടെ എല്ലാവരും കൂടിയിട്ട് ക്ലാസ് തുടങ്ങണം. അതിപ്പോൾ ഞാൻ പുറത്തൊക്കെ അന്വേഷിച്ചു മാവാ, അതിന് പറ്റിയൊരു സ്ഥലം എവിടെയും കാണാനില്ലാന്നേ. പിന്നെ മാത്രമല്ല ഇത്രയും പേര് വരുമ്പോൾ അവരെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം വേണ്ടേ? ഇവിടെ ആകുമ്പോൾ ഒരു കുഴപ്പമില്ല. നമ്മുടെ മുറ്റം നല്ല വിശാലമാണ്. ഒരു പന്തലം കെട്ട് കഴിഞ്ഞാൽ നല്ല കാറ്റും കിട്ടും, ശുദ്ധമായിട്ടുള്ള വായുവും കിട്ടും. ഈ എന്താ ഈ കനക പറയണത്? ഈ വീടിന്റെ മുമ്പിൽ പന്തലൊക്കെ ഇട്ടിട്ട് എപ്പോഴും ആൾക്കാരും അതൊക്കെ പിന്നീട് പല ദോഷം ഉണ്ടാവും. എന്ത് ദോഷമാവാ? ഇതിനകത്ത് ഒരു ദോഷമില്ല. ഇത് യോഗയ്ക്ക് വേണ്ടിയിട്ടല്ലേ, നല്ലതല്ലേ? അല്ല എന്നാലും ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കണ നേരം മറ്റുള്ളവരൊക്കെ ആയിട്ടൊന്ന് ആലോചിക്കായിരുന്നു. ഒറ്റയ്ക്കല്ല, ഞാൻ അമ്മയോട് ചോദിച്ചു. പിന്നെ അത് അമ്മാവനോട് ചോദിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. എന്നോട് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ അങ്ങനെ ഒരു ക്ലാസ് നടത്തുന്നതിന് എനിക്ക് യോജിപ്പില്ല. ഇനിയിപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ അത് മാറ്റാൻ പറ്റില്ല. കാരണം എല്ലാവർക്കും ഞാൻ വാക്ക് കൊടുത്തു. പിന്നെ ആളുകളൊക്കെ ഇപ്പോൾ ഇവിടെയാണെന്നുള്ള സംഗതി അറിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് മാറ്റാനൊന്നും പറ്റില്ല. ഇത് മാറ്റണ്ട. അല്ല എൻ്റെ അഭിപ്രായം പോട്ടെ, അത് കുഴപ്പമില്ല. എന്നാലും ക്ലീറ്റസിന് എന്തോ ഇവിടെ ഈ ക്ലാസ് നടത്തുന്നതിനോട് വലിയ താല്പര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു തീരുമാനത്തിൽ ക്ലീറ്റസിന്റെ വാക്കിന് യാതൊരു സ്ഥാനവുമില്ല. അതെന്താ നീ അങ്ങനെ പറയുന്നത്? അല്ല, ഇതിൽ ക്ലീറ്റസിന്റെ അഭിപ്രായം ഞാൻ എടുക്കണില്ല. എടുക്കണല്ലോ. എന്തിന്? അവനും ഇവിടെ അല്ലേ താമസിക്കണത്. അവൻ ഇവിടെ താമസിക്കുന്നത് വിചാരിച്ചിട്ട് ഞാൻ ക്ലാസ് നടത്താൻ എന്റെ വീടിന്റെ ഉമ്മറത്തല്ലേ. അവനെന്താ ദോഷം? അങ്ങനെയല്ലല്ലോ. ഇതിപ്പോ ഇവിടെ താമസിക്കുമ്പോ ഇവിടെ ക്ലാസ് നടത്തണം, അവന് യോജിപ്പില്ലെങ്കിൽ അത് അവന്റെ കൂടി സമ്മതം മേടിച്ചിട്ട് വേണ്ട ചെയ്യാൻ. അവന്റെ സമ്മതത്തിന്റെ ഒന്നും യാതൊരു കാര്യമില്ല. ഞാൻ തങ്കത്തിനോട് ചോദിച്ചിട്ടുണ്ട്, അവള് ഇതാ ക്ലാസ്സിനും വരുന്നുണ്ട്. പിന്നെ എന്തിനാണ് അമ്മാവനോട് കാര്യം അറിയാമോ? എന്തൊരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാലും അവൻ അതിനകത്ത് ഇടം കോലിട്ടിട്ട് ആ പരിപാടിയുടെ മുടക്കും. ഇത് അവന്റെ ഇന്നത്തെ സ്വഭാവം എന്നല്ല, എന്നത്തെയുള്ള സ്വഭാവമാണ്. അല്ല, ഇപ്പൊ നീ യോഗ ക്ലാസ് നടത്തുന്നതിന് ഇപ്പൊ അവൻ തടസ്സം നിന്ന് നോക്കി, അതുകൊണ്ട് ഇപ്പൊ അവൻ എന്താ ഒരു ഗുണം? എന്താ ഗുണം?
ഒരു ഗുണമില്ലല്ലോ. ആ പിന്നെ എന്തിനാ തടസ്സം നിൽക്കുന്നത്? അപ്പൊ അവൻ കുടുംബത്തിന്റെ കാര്യം ആലോചിച്ചിട്ടാണ് അത് പറയണത്. അതിന്റെ പിന്നിൽ പല കാരണങ്ങളുണ്ടാവും. അമ്മാവ, കുടുംബത്തിന് ദോഷം വരുന്ന ഒരു കാര്യം ഞാൻ ചെയ്യില്ലല്ലോ. കുടുംബത്തിന് നല്ല കാര്യം വരുന്നത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. എടാ, അവൻ നമ്മുടെ കുടുംബല്ലേ, അവന് ദോഷം ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞാൽ അത് കുടുംബത്തിന് ദോഷം ചെയ്യലായില്ലേ? ഈ യോഗ എങ്ങനെ അവന് ദോഷമായിട്ട് വരണം? എനിക്ക് അതാ മനസ്സിലാവാത്തത്. അപ്പൊ അവൻ സമ്മതിച്ചില്ലെങ്കിൽ നീ ഇത് നടത്തും? ഉറപ്പായിട്ട് നടത്തും. ഈ ഒരു കാര്യത്തിൽ വേറെ ആരുടെയും സമ്മതം എനിക്ക് വേണ്ട. ഇത് ഞാൻ തീരുമാനിച്ചതാണ്, ആളുകളോട് വാക്കും കൊടുത്തതാണ്. ഉറപ്പായിട്ട് ഞാൻ നടത്തിയിരിക്കും. അതെ, നീ എന്റെ നെഞ്ചത്തെ ചവിട്ടിട്ട് അത് നടത്തും. ഇത് നടത്താൻ വേണ്ടിട്ട് ചിലപ്പോൾ നെഞ്ചത്ത് ചവിട്ടേണ്ടി വന്നാൽ ചിലപ്പോൾ ചവിട്ടിന്നിരിക്കും. മോനെ കനക, നീ അതിനൊന്നും വളർന്നില്ല. അതിന് വളർന്നോ ഇല്ലയോ എന്നുള്ളത് നീ തീരുമാനിക്കണ്ട ഇപ്പൊ. എടാ, നീ ഇവിടെ ഇങ്ങനെ ആളെ കൂട്ടിട്ട് സംഭവം തുടങ്ങുന്നു. നീ എന്നോടൊരു വാക്ക് ആലോചിച്ചോ? എന്തിനാണ് നിന്നോട് ചോദിക്കണത്? അതല്ല, അത് അവൻ പറഞ്ഞാൽ കാര്യമുണ്ട്. നീ അവനോട് കൂടി ഒന്ന് അന്വേഷിച്ചോ? അമ്മ ഒന്നും മിണ്ടാണ്ടിരിക്കണ്ട. അല്ലേ, വർഷങ്ങളായിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്ന മുറ്റമാണിത്. ഇവിടെ അങ്ങനെ തോന്നിയ ദിവസം ഒന്നും കാണിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്തിനാണ് നിന്നോട് ചോദിക്കണത്? നീ നടന്നു പോകുന്ന മുറ്റല്ലേ, അല്ലാണ്ട് ഉരുണ്ട് പോകണമെന്നല്ലോ. ചിലപ്പോ ഞാൻ ഉരുണ്ടും പോകും. എന്നാ ഉരുണ്ട് പോവാ, നിനക്കിവിടെ സ്ഥലമല്ല, നടന്നങ്ങ് പോയാ മതി. നീ ഇവിടെ നടത്തണ എനിക്കൊന്ന് കാണണം. ഞാൻ ഇവിടെ JCB കയറ്റി ഇളക്കിയിടൂടാ. നീ ഇവിടെ JCB കൊടുന്ന് ഇളക്കി വിട്ടിട്ട് നിന്നെ ചെവിക്കല്ല അടിച്ചങ്ങ് താഴെ ഇടും. അതന്നെ അടിക്കടാ. നീ അടി വാങ്ങിക്കരുത്. കണ്ടാ, യവനാണ് ആൾക്കാരെ യോഗ പഠിപ്പിക്കുന്ന മാഷ്. എടാ, നീ പഠിപ്പിക്കുമ്പോൾ വലിയ വായിൽ പറയുമല്ലോ, നമുക്കൊരു യോഗിക്ക് വേണ്ടത് ക്ഷമയാണ്, ക്ഷമ ഒരു യോഗിയുടെ ഗമയാണെന്ന്. എന്നിട്ട് എന്താടാ നിനക്ക് ക്ഷമയില്ലാത്ത? എടാ, നിന്റെ മരമോന്ന കണ്ടു കഴിഞ്ഞാൽ ഏത് ക്ഷമയും വിട്ടു പോകൂലേ? അമ്മാവനെങ്കിലും ഞാൻ പറയുന്ന ക്ഷമയോടൊന്ന് കേക്ക്. എടാ, എനിക്ക് ക്ഷമയുള്ളത് കൊണ്ടാണ് ഇപ്പൊ രണ്ടെണ്ണം അങ്ങനെ ഒന്നും തുള്ളണ്. ഇല്ലെങ്കിൽ രണ്ടിനും ഞാൻ വെടിവെച്ച് കൊന്നുണ്ടാവും. അമ്മാവനറിയാമോ? എത്ര പ്രാവശ്യം അറിയാമോ എന്റെ അണികളുടെ മുമ്പിലേവേ എന്നെ കൊച്ചാക്കിയത്? ഞങ്ങളുടെ ഇടയ്ക്ക് പാർട്ടിയുടെ ഒരു യോഗം കൂടാനായിട്ട് കൊടിയെല്ലാം കൊണ്ടുവച്ച് ഞങ്ങൾ കട്ടൻ ചായ കിട്ടി ഇങ്ങനെ സംസാരിച്ചിരുന്നപ്പോ കട്ടൻ ചായ എടുത്ത് ദൂരെ കളഞ്ഞ് കൊടിയെടുത്ത് മതിലിന്റെ അപ്പുറത്തെറിഞ്ഞവൻ. എന്താണ് നീ അറിഞ്ഞത്? നിന്റെ മീറ്റിംഗ് എന്ന് പറഞ്ഞ എന്താണ്? എന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കലും തെറി പറച്ചിലും മുണ്ടുപോക്കി കാണിക്കലും അല്ലേ? അത് എന്റെ വീട്ടുമുറ്റത്ത് പറ്റില്ല. അയ്യോ അമ്മാവ, ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. അതൊക്കെ പണ്ടായിരുന്നു, ഇപ്പൊ നല്ല രീതിയിലാ. അല്ല, എന്തായാലും അവൻ പറഞ്ഞത് ശരിയാണ്. അവിടെ മീറ്റിംഗ് നടത്താൻ പാടില്ല എന്ന് നീ പറഞ്ഞു, അവൻ നടത്തിയില്ല. അവിടെ യോഗ നടത്താൻ പാടില്ല എന്ന് അവൻ പറയുന്നു, നീ നടത്തരുത്. അവൻ മിണ്ടാണ്ടിരിക്കണ. അമ്മാവ, ഞാനൊരു കാര്യം പറയാം. ഇവിടെ അങ്ങനെ രണ്ട് നീതി പാടില്ല. എനിക്കൊരു നീതി, അവനൊരു നീതി. അതെന്താണ്? അതെ, എന്റെ വീടിന്റെ മുമ്പത്ത് എന്ത് നടത്തണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, നീയല്ല. ഇനി ഇതും പറഞ്ഞോണ്ട് നീ ഇനി ഇവിടെ നിൽക്കണ്ട, സ്ഥലം വിട്ടോ. അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് കാണണം കനക. എന്റെ സമ്മതം ഇല്ലാതെ നീ ഈ മുറ്റത്ത് യോഗ പഠിപ്പിക്കണ എനിക്കൊന്ന് കാണണം. ഞാൻ പഠിപ്പിക്കൂടാ, നീ കണ്ടോ? കാണാടാ, നോക്ക്. കാണാം. ശ്വസന പ്രക്രിയ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, കൈ ഇങ്ങനെ പിടിക്കൂ. ഞാൻ കൈ നേരെ ഇവിടെ വെക്കാം. വലത്തെ കൈ ഇവിടെ വെച്ചോളൂ. തള്ളവിരൽ എവിടെ? തള്ളവിരലെടുക്കൂ. തള്ളവിരലുകൊണ്ട് ഒരു മൂക്ക് പൊത്തി പിടിക്കുക. മറ്റേ മൂക്കിലൂടെ ശ്വാസം മേലോട്ട് വലിക്കുക. മോതിര വിരലുകൊണ്ട് അടുത്ത മൂക്ക് പൊത്തുക. മറ്റേ മൂക്കിലൂടെ ശ്വാസം സാവധാനം വിട്ടുകൊണ്ടിരിക്കുക. ഇനി ആ മൂക്കിലൂടെ വീണ്ടും ശ്വാസം മേലോട്ട് വലിക്കുക. തള്ളവിരലുകൊണ്ട് മൂക്ക് അടച്ചു പിടിച്ച് മോതിര വിരൽ റിലീസ് ചെയ്യുക. ശ്വാസം പതുക്കെ പുറത്തേക്ക് പോട്ടെ. ഇപ്പോൾ ഒരെണ്ണായി. പുറത്തുനിന്ന് പല ശബ്ദങ്ങളും കേൾക്കരുത്, മൈൻഡ് ചെയ്യരുത് കേട്ടോ. നമ്മൾ ഈ ചെയ്യുന്ന കാര്യത്തിൽ മാത്രമേ നമ്മുടെ ശ്രദ്ധ പാടൂ. ഓക്കെ, അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാൻ പാടില്ല കേട്ടോ. നടരാജ, എഴുന്നേറ്റ് പോടാ. കനകം നിർത്താൻ. തങ്കം എഴുന്നേക്കളി. എഴുന്നേറ്റ് വരാൻ. അവരുടെ തള്ളയുണ്ട് ഇവര്. കനക, നിന്നോടാ പറഞ്ഞത്. എടാ, എന്റെ യോഗം നടക്കാൻ പാടില്ലാത്തടത്ത് ഇത് നടത്തണ്ട. വായി നോക്കല എഴുതി വീട്ടിൽ പോയിണ്ട. പുറത്തുള്ള ശബ്ദങ്ങളൊന്നും നമ്മൾ കേൾക്കരുത്. കനക, നിർത്തടാ. നിന്നോട് ഞാൻ പറഞ്ഞല്ലടാ ഈ തോന്നിയ ദിവസം ഇവിടെ കാണിക്കാൻ പറ്റില്ലാന്ന്. നിനക്ക് എന്താണെന്ന്? ഇവിടെ ഒരു നല്ല കാര്യം നടക്കുന്നത് കണ്ടുകൊണ്ടാ നിനക്ക്? ഇത് നല്ല കാര്യം നിന്നോട് ആരാടാ പറഞ്ഞ? പുല്ല, ഇത് എന്റെ വീട്, എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്യും കേട്ടോ. നിന്റെ വീട് തോന്നിയ ദിവസം കാണിക്കുന്നത്. ഞാൻ ഇവിടെ കുടുംബമായിട്ട് താമസിക്കുന്നത്. ഇവിടെ തോന്നിയ ദിവസം നടക്കണം. നീ കുടുംബമായിട്ട് താമസിക്കുന്നുണ്ടെങ്കിൽ എന്റെ ഔദാര്യം കൊണ്ടല്ലടാ.
അവതാരം ആരാണ് നിന്റെ അവതാരം പറഞ്ഞേ? പോടാ. ഇത്രയും ഒരു നല്ല കാര്യം നടക്കുന്ന സമയത്ത് ഈ മതവൃത്തികേടുകൾ കാണിക്കണവേ. ഇവിടെ ഈ തോന്നിയ ദിവസം നടക്കില്ല. ഞാൻ പറഞ്ഞു കണ്ണി കണ്ടോമാരെ ഇവിടെ വിളിച്ച് കയറ്റരുതെന്ന്. നിന്നോട് ഞാൻ പറഞ്ഞു. നീ എന്നെ ചെരുപ്പെടുത്തി എറിഞ്ഞില്ലേ? ചെരുപ്പെടുത്തി എറിഞ്ഞാടാ നീ. അയ്യോ ആരും പൊക്കരുത്. യോഗി ഇപ്പൊ ആസനത്തിലാണ്. ശവാസനം. അയ്യോ